ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഗോവിന്ദചാമിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ജയിൽ വാർഡന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മൊഴിയിലുള്ളത്. വാർഡന്മാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുന്നു. തൊട്ടു മുന്നിലെ മുറിയിലുണ്ടായിട്ടും ശ്രദ്ധിക്കാറില്ല. വാർഡന്മാരുടെ ശ്രദ്ധ പരിശോധിക്കാൻ ഗ്ലാസും പ്ലേറ്റും പുറത്തെറിഞ്ഞ് പരീക്ഷിച്ചുവെന്നും ഗോവിന്ദചാമി മൊഴി നൽകി. CK വിജയൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. വിജയൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ മൊഴിയിലുള്ളത്? വളരെ വലിയ കൃത്യവിലോപം ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേൾക്കുന്തോറും നമുക്ക് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സെൻട്രൽ ജയിലിന്റെ അകത്ത് നിന്നായിട്ട് ലഭിക്കുന്നത്. കാരണം എത്രമാത്രം വീഴ്ച ഉണ്ടായിട്ടുണ്ട്, എത്രമാത്രം ഗുരുതരമാണ് ആ വീഴ്ച എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗോവിന്ദചാമിയുടെ മൊഴിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ 10ാം ബ്ലോക്കിൽ ഗോവിന്ദചാമിയുടെ സെല്ലിന്റെ തൊട്ട് മുന്നിലാണ്, റോഡിന്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് ഈ വാർഡന്മാരും മറ്റും ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഇവരെ പ്രത്യേകം നോക്കുന്നതിന് വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള ക്രമീകരണം നടത്തിയതും. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ ഗോവിന്ദചാമിയെ നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ ഗോവിന്ദചാമി എല്ലാ സമയവും ഈ വാർഡന്മാരുടെ നേരെ കാഴ്ചയിൽ തന്നെ ഉണ്ട്. ഈ സെല്ലിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ ഭാഗത്ത് അവരെ കാണുകയും ചെയ്യാം. അവർ താൻ ചെയ്യുന്ന പ്രവൃത്തി, അതായത് ഈ കമ്പി അറുത്ത് മുറിക്കുന്ന പ്രവൃത്തി ഏതെങ്കിലും രീതിയിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പല രീതിയിൽ ഗോവിന്ദചാമി നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നതായിട്ട് അറിഞ്ഞില്ല. ഇനി അഥവാ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗോവിന്ദചാമി ചെയ്യുന്ന പ്രാക്ടീസ് എന്താണെന്ന് കരുതിയാൽ ഇടയ്ക്കിടെ ഗ്ലാസ് എറിഞ്ഞു നോക്കും. അത് കഴിഞ്ഞ് ആ ശബ്ദം കേട്ട് അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ നോക്കും. അത് കഴിഞ്ഞ് പ്ലേറ്റ് എറിഞ്ഞു നോക്കും. ഈ രീതിയിൽ എത്രയോ തവണ പരീക്ഷണം നടത്തിയതായി ഈ മൊഴിയിൽ ഈ ഗോവിന്ദചാമി പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം തന്നെ ഈ വാർഡന്മാർ, അവരെ മുഴുവൻ സമയവും നിരീക്ഷിക്കേണ്ട വാർഡന്മാർ ഫോണിൽ കളിക്കുന്നു. ഈ ശബ്ദം പോലും അവർ കേൾക്കുന്നില്ല. ഒരുപക്ഷെ അവർ ഹെഡ്ഫോണും മറ്റും ഉപയോഗിച്ചായിരിക്കാം ഈ അവർ ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ ഫോണിലെ കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം ഗുരുതരമാണ് എന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇത്രയും നമ്മളെ ഞെട്ടിക്കുന്നതെന്നും മനസ്സിലാക്കാൻ തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ അതീവ സുരക്ഷ വേണ്ട ഇടത്ത്, ജയിൽ പുള്ളികളെ പാർപ്പിക്കുന്ന ഒരു ഇടത്ത് ഇവരൊക്കെ ഫോൺ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ചെവിയിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വിശ്വസിച്ചാണ് ബാക്കി ജനങ്ങളൊക്കെ സുരക്ഷയോടെ ഇവിടെ തുടരുക, അല്ലേ? സ്വാഭാവികമായും ഈ തടവുപുള്ളികൾ ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്താത്തത് കൊണ്ടാണ് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആര് നടത്തിയാലും ഈ അറ്റംപ്റ്റ് വിജയിക്കുമായിരുന്നു. മാത്രമല്ല, ഈ സഹതടവുകാർക്ക് ഈ ഗോവിന്ദചാമിയോട് വലിയ രീതിയിലുള്ള സഹതാപമുണ്ട്. കാരണം 10-15 വർഷമാണ് ഇപ്പോൾ ഗോവിന്ദചാമി അതിനകത്ത് കഴിയുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു കാരണവശാലും പുറത്തിറങ്ങാനുള്ള സാധ്യതയുമില്ല. ശിക്ഷ ഇളവ് കിട്ടില്ല, പരോൾ കിട്ടുന്നില്ല, ഒന്നുമില്ല. ഈ കാര്യങ്ങൾ അവിടുത്തെ തടവുകാരോട് ഗോവിന്ദചാമി നിരന്തരം സംസാരിക്കുകയും അവർക്കെല്ലാം തന്നെ ഗോവിന്ദചാമിയോട് ഒരു സഹതാപം രൂപപ്പെടുകയും ഈ ജയിലിനകത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിലെ സഹതടവുകാർ ചേട്ടന്റെ കഴിവ് തെളിയിക്കണം എന്ന് ഗോവിന്ദചാമിയോട് പല രീതിയിൽ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നൊരു മൊഴി കൂടി ഇതിനകത്തുണ്ട്. അത് വളരെ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ ചാടാനുള്ള പ്രവർത്തനം നടത്താനുള്ള പ്രചോദനമായി എന്നാണ് ആ മൊഴിയിലുള്ളത്. അപ്പോൾ ചേട്ടൻ ഏതെങ്കിലും രീതിയിൽ ചേട്ടന്റെ കഴിവ് തെളിയിക്കണം എന്നാണ്. അതായത് തടവുകാർക്കിടയിൽ ഇയാൾ ഒരു കഴിവുള്ള വ്യക്തിയാണ്, കഴിവിന്റെ പോസിറ്റീവായ സെൻസിലല്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരാളാണ് എന്നും അതുകൊണ്ട് ആ കഴിവ് ചേട്ടൻ തെളിയിക്കണം എന്നും പലതവണ ഈ സഹതടവുകാർ ഗോവിന്ദചാമിയോട് പറഞ്ഞതായും ഈ മൊഴിയിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ സഹായം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി പറയാം. പക്ഷെ ഇതാണ് യഥാർത്ഥ സഹായം. ഇവർ ശ്രദ്ധിക്കാതിരിക്കുന്നതും ഇവർ ഇതിനൊന്നും പരിഗണിക്കാതിരിക്കുന്നതും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കാതിരിക്കുന്നതും ഇവരെ ഒബ്സർവ് ചെയ്യാതിരിക്കുന്നതും എല്ലാമാണ് ആ ഗോവിന്ദചാമിക്ക് ജയിലിൻ്റെ അകത്തുനിന്ന് കിട്ടിയ സൗകര്യം. ആ സൗകര്യമാണ് ഇയാൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഗോവിന്ദചാമി അങ്ങനെയാണ് ഈ പ്രവർത്തികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആവശ്യത്തിന് ജയിലിൽ ജീവനക്കാരില്ല എന്നതാണ്. തീർച്ചയായും അതെ, അത് വളരെ കടുത്തൊരു യാഥാർത്ഥ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തുണ്ട്. അതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉള്ള സ്ട്രെങ്ത് തന്നെ ഏതെങ്കിലും രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നതും കൂടി ആ സമയത്ത് പരിഗണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഓഡിറ്റിങ്ങിനകത്ത് ഇത്തരത്തിൽ അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ മുന്നിൽ ഒരു 3 മാസം മുന്നേ തന്നെ ഈ കേരളത്തിലെ 38 ജയിലുകൾ, സബ് ജയിൽ, സെൻട്രൽ ജയിൽ ഉൾപ്പെടെയുള്ള എല്ലാ ജയിലുകളുടേതും അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ആൾക്കാർ
ജീവനക്കാർ കുറവുണ്ട്, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കലായ പ്രശ്നങ്ങളുണ്ട്, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യണം എന്നും പരിഹരിക്കണം എന്നും ആവശ്യപ്പെട്ടു. കേരളത്തിലെ ജയിലുകളിലേക്ക് സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിയമനം നടത്തുന്നതിന് ഉൾപ്പെടെ ഒരു ബാധ്യതയും സാങ്കേതികമായി വരാനില്ല. കാരണം കേരളത്തിലെ ജയിലുകളെല്ലാം തന്നെ ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് ഈ സെൻട്രൽ ജയിലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജയിലുകളുടെ സുരക്ഷ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണേണ്ടത് ഈ ഏതാണ്ട് 2 മാസത്തിലധികമായി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വൈദ്യുതി വേലിയിൽ കൂടി വൈദ്യുതി പ്രവഹിക്കാത്തത്, അത് എന്തുകൊണ്ടാണ് എന്നുള്ള പലതവണ റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവനക്കാർ കുറവാണ് എന്നുള്ളത് വളരെ വളരെ യാഥാർത്ഥ്യമാണ്. മറ്റൊരു സ്ഥലത്ത് ജീവനക്കാർ കുറഞ്ഞാലും പ്രശ്നമുണ്ടാകില്ല, പക്ഷേ ജയിലിൻ്റെ അകത്തേക്ക് ജീവനക്കാർ കുറയുന്ന സാഹചര്യം ഉണ്ടാകരുത് വിചാരിച്ചു എന്ന് വേണം സി കെ വിജയൻ മനസ്സിലാക്കാൻ. ഈ കാര്യത്തിൽ ജയിലിനുള്ളിൽ എത്ര സുരക്ഷയാണ് ഒരുക്കേണ്ടത്, കുറ്റവാളികളെ പുറത്തു പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെടാതിരിക്കാനോ അവർക്ക് ജീവനാപത്ത് വരാതിരിക്കാനോ അങ്ങനെയുമൊക്കെ സംഭവിക്കാമല്ലോ അല്ലേ? ആത്മഹത്യാപരമായ ആരെങ്കിലും ചിന്തിക്കുമോ? ഇതൊക്കെയും സാധിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ ജയിൽ ജീവനക്കാർ എന്ത് മറുപടിയാണ് ഇതിന് പറയുക? അങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഉത്തരവാദിത്തമാണ് ഇവരൊക്കെ നിറവേറ്റുന്നത്? ആൾക്കാർ കുറവാണ്, സമ്മതിച്ചു, അവിടെ ആൾക്കാർ കുറവാണ്. പക്ഷേ ഈ കുറവുള്ളവർ, അവിടെ നിലവിലുള്ളവർ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ ആൾക്കാരുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവല്ലേ അവർക്ക് വേണ്ടത്. അതെന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത് എന്നാണ്. എല്ലാ കാര്യത്തിലും ഗുരുതരമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്.